കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 4 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വാടി വന്നാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി എന്നിവ ചേർത്ത് ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കറി മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും പുതിനയും കറിവേപ്പിലയും പിന്നെ ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. പിന്നെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. 1 കിലോ ബീഫാണ് തന്നെ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലയൊക്കെ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറ് റെഡിയാക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറി മസാലകൾ ഇട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ 2 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഇതിലുണ്ടാവും, കുഴപ്പമില്ല. നമ്മൾ ഇതിൽ ദം ചെയ്തിടേണ്ടതാണ്. വെന്ത് വന്ന ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും മൊരിയിച്ചതും പിന്നെ മല്ലിച്ചീര നുറുക്കിയെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കശുവണ്ടി മുന്തിരി മൊരിച്ചെടുത്തില്ലേ, അതിൽ കുറച്ച് നെയ്യ് ബാലൻസ് ഉണ്ടായതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മഞ്ഞ കളർ കിട്ടാനും പിന്നെ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ബാക്കിയുള്ള മല്ലിച്ചീരയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്.